എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് അധികം പെട്ടെന്നായോ എന്നൊരു സംശയമുണ്ട്. കാരണം അത്രയും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അത്രയൊരു എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്കുന്ന് വഴിതെറ്റി വന്ന് കയറിയ പോലെ ആണ് വയസ്സത്രയും. അതെ, അതൊരു ഭാഗ്യമാണ്. പക്ഷെ അതിന് ആ ഒരു സ്വീകാര്യതയിലേക്ക് ഞാൻ എത്തിയോ എന്നുള്ളത് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു വലിയ സംഭവമാണല്ലോ. അങ്ങനെ ശരിക്കും വയസ്സിലൊന്നും ഒരു കാര്യമില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ. പക്ഷെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പൊ നമുക്കിപ്പോ പ്രായമായപ്പോ 40 വയസ്സുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-35 വയസ്സ് പറയുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ വലതുഭാഗത്ത് തന്നെ ഇരിപ്പുണ്ട്. എനിക്കാണ് കോളേജിൽ പോയൊരു ഫീൽ ആയിരുന്നു. എനിക്കാണെങ്കിൽ +2 പോയ ഫീൽ ആയിരുന്നു. ഈ സരികയൊക്കെ കലാഭവൻ സരികയൊക്കെ എന്റെ പൊന്നെ വാ തുറന്നാല് കോമഡി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലേ. സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം ഒരു 3-4 ദിവസമെങ്കിലും തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂ പറ. അതായത് ആൾക്കാർക്ക് അത് വേണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം കൊടുക്കണം. അതാണ് അത് ആ ഒരു നിലപാട് മാറ്റണം. അതിനുശേഷം ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? അതിനുള്ളിൽ കാണുന്ന എത്ര ആൾക്കാരുണ്ടാവും? രണ്ട് പിള്ളേരുടെ മാപ്സ്റ്റിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് സൂര്യ ജയൻ. വയസ്സ് എത്രയായിരുന്നു എന്ന മൂവിയിലെ സ്ട്രോങ് കഥാപാത്രങ്ങളായ 2 പേരുടെ എൻ്റെ മുന്നിലുള്ളത്. പ്രശാന്ത് വെൽക്കം ടു ദ ഷോ. രമ ചേച്ചി വെൽക്കം ടു ദ ഷോ. ഇപ്പൊ കഥാപാത്രം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നടനാണ്. അപ്പൊ നടൻ എന്നൊരു രീതിയിൽ വരുമ്പോഴത്തേക്കും എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു? നായകനായിട്ട് വരുന്ന ആദ്യത്തെ പടമാണ്. ഐ മീൻ കൊമേഴ്ഷ്യലി. അപ്പം അതിൻ്റെതായ പ്രതീക്ഷയും അതിൻ്റെതായ സ്ട്രഗിളും അതിൻ്റെതായ കോമ്പറ്റീഷനും എല്ലാം ഉണ്ടല്ലോ. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകാറായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയോ എന്ന് അറിയത്തില്ല. എന്നാലും എനിക്ക് ആകെപ്പാടെ പറയാൻ പറ്റുന്നത് നമ്മുടെ ഒരു 100% നമ്മൾ ഈ പടത്തിൽ ചെയ്തു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പം അത് ഒരുപക്ഷെ കാണുന്നവർക്ക് അത് കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ പിടികിട്ടിയേക്കാം. പ്രശാന്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്തിട്ട് ഒരു നായകനിലേക്ക് എത്തി. അതൊരു വലിയൊരു ജേണി അല്ലേ? അപ്പം ചേട്ടൻ എങ്ങനെയാണ് അത് നോക്കി കാണുന്നത്? അല്ല, അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് അധികം പെട്ടെന്നായോ എന്നൊരു സംശയമുണ്ട്. കാരണം അത്രയും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അത്രയൊരു എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്കുന്ന് വഴിതെറ്റി വന്ന് കയറിയ പോലെ. അതെ, അതൊരു ഭാഗ്യമാണ്. പക്ഷെ അതിന് ആ ഒരു സ്വീകാര്യതയിലേക്ക് ഞാൻ എത്തിയോ എന്നുള്ളത് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതൊരു വലിയ സംഭവമാണല്ലോ. അങ്ങനെ ശരിക്കും വയസ്സ് എത്രയായി? അതൊരു ചോദ്യമാണ്. ചേച്ചിയുടെ ക്യാരക്ടർ കുറച്ച് സ്ട്രോങ് ക്യാരക്ടർ ആണ്. ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. അതെ, പൊതുവെ ഒരു സ്ട്രോങ് അല്ല. നമ്മളിപ്പം സിനിമയിൽ കാണുമ്പോൾ ഒരു അമ്മവേഷം അല്ലെങ്കിൽ പടവീട്ടില് ഒരു നല്ല ക്യാരക്ടർ ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു മൂവിയിലേക്ക് ഒരു അങ്ങ് വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ലേഡിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ആ മൂവിയിലേക്ക് അഭിനയിക്കാൻ എത്തിയപ്പോഴത്തേക്കും? എത്തിയപ്പോ ഞാൻ ഇതുവരെ ചെയ്തതൊന്നും വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചു. ഈ ഭയങ്കര സ്ട്രോങ് ലേഡിയുടെ ഭാഗത്തു നിന്നാണ് പടത്തിന്റെ ഒരു മൊമെന്റിൽ ഏറ്റവും വലിയ കോമഡി ഉണ്ടാവുന്നത്. അത് എനിക്ക് സർപ്രൈസ് ആണ്, പറയാൻ പറ്റില്ല. എല്ലാ സർപ്രൈസ് ആണ് എല്ലാവരും. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഓരോ സീനുകളും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ ഒരു ഇത് പോകും. ആ സീനിനകത്ത് ഏറ്റവും പിവറ്റൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. അത് കോമഡി മൊമെന്റ് ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് നമ്മുടെ അജിൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആരെയൊക്കെ വെച്ച് നോക്കിയിട്ടും അവസാനം എത്തിയതാണ് പ്രശാന്ത് ചേട്ടനിലേക്ക് എത്തിയതാണ്. അപ്പൊ അത്രയും വിശ്വാസത്തോടെ തന്ന ഒരു കഥാപാത്രം നന്നായി ചെയ്തിട്ടുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടോ? അതായത് ഞാൻ പഠിച്ചിട്ടുള്ള അടവുകളൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ അച്ഛമ്മയും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തന്നിട്ടുള്ള എല്ലാ ആൾക്കാരും. അപ്പോ എന്താണ് ടോട്ടലി പറയാനുള്ളത് ഒരു മെസ്സേജ് എന്ന രീതിയിൽ? 30 വയസ്സ് കഴിഞ്ഞാലും പ്രശ്നമില്ലേ? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ. പക്ഷെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നമുക്കിപ്പോ പ്രായമായപ്പോ 40 വയസ്സുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-35 വയസ്സ് പറയുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ വലതുഭാഗത്ത് തന്നെ ഇരിപ്പുണ്ട്. അത് അങ്ങനെ
ആ ഒരു എന്താണ് ഏജിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം പണ്ടത്തെ പോലെ അല്ല. പണ്ട് കഷ്ടപ്പാടും ദുരിതമായിരുന്നുകൊണ്ട് പെട്ടെന്ന് ആളുകൾ ഏജ് ആയി പോകുന്നവർക്ക്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ജോലികളൊക്കെ മാറി, ഭക്ഷണശൈലി മാറി. അതുകൊണ്ട് തന്നെ ഭയങ്കര ഏജ് പറയാൻ പറ്റില്ല. മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ഫുള്ള് എന്റർടൈൻമെന്റ് ആന്ന് പറഞ്ഞു. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്, ഫുള്ള് എന്റർടൈൻമെന്റ് ആണ്, ചിരിക്കാൻ ഒരുപാട് പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് 30 വയസ്സ് ഒരിക്കലും ഒരു വലിയൊരു നമ്പർ അല്ല, അല്ലെങ്കിലും എന്താണ് അവർ സ്റ്റാറ്റസ് നോക്കിയാണ് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ സ്റ്റാറ്റസ് നോക്കി വിവാഹം കഴിക്കുന്നതിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ മൂവിയില്? സ്റ്റാറ്റസ് നോക്കി വിവാഹം കഴിക്കുന്നതിനുള്ള പരിഹാരം എന്നതിലുപരി ഈ പറയുന്ന ഈ കഥാപാത്രത്തിന്റെ ഒരു യാത്രയാണ്. എല്ലാവർക്കും ഈ കഥാപാത്രത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് കിട്ടിയിട്ടുള്ള ഒരു പരിഹാരമോ കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടുന്നതിനകത്ത് നമുക്ക് പറ്റിയ പ്രത്യേകിച്ച് സിനിമയില്ലല്ലോ. ഇത് ഇയാളുടെ ലൈഫിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ആ നാട്ടുകാർ സഹകരിച്ചിട്ടുണ്ട് നല്ലപോലെ. പിന്നെ നല്ല ആ ഒരു കാര്യം എല്ലാവരും പറഞ്ഞിരുന്നു, നന്നായിട്ട് വടകരയിലുള്ള എല്ലാ ആൾക്കാരും. പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും ഉപരി അതിനകത്ത് തന്നെ ഉള്ള ആൾക്കാർ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ സഹകരണം കൂടി കൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു ഫണ്ണ് പറയാമോ? എന്തെങ്കിലും ഒരു ഫണ്ണ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ഫണ്ണാണ് എന്തായാലും എന്തായാലും ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവൂലേ? എനിക്കാണ് കോളേജിൽ പോയൊരു ഫീലായിരുന്നു. എനിക്കാണ് പ്ലസ് 2 പോയ ഫീലായിരുന്നു. സരികയൊക്കെ കലാഭവൻ സരികയൊക്കെ എന്റെ പൊന്നെ വാ തുറന്നാല് കോമഡി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലേ. അത്രയും പ്രിപ്പയർഡ് അല്ല എന്നിട്ടാണ് ഇതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു അഭിനയിക്കാൻ വേണ്ടി. അപ്പം ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നോ? എങ്ങനെ പ്രിപ്പയർഡ് അല്ലാതെ? പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇവരെ വിളിച്ചിട്ട് ഞാൻ കൊത്തയുടെ ഷൂട്ടിനിടയിലായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് 2-3 ദിവസമേ ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ ഷൂട്ട് തുടങ്ങാനായിട്ട്. അങ്ങനെയാണ് വന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താ സ്ക്രിപ്റ്റ് എന്നും എന്താ കഥാപാത്രം എന്നും അങ്ങനെ യാതൊരു ധാരണ ഇല്ലാതെയാണ് സെറ്റിലേക്ക് വരുന്നത്. യാതൊരു ധാരണ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ആ ധാരണയായി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതെല്ലാം സംസാരിച്ച് എങ്ങനെയാണ് ഇന്നാണ് കഥ, ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ്, അങ്ങനെ സംസാരിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായതിനു ശേഷമാണ് കഥാപാത്രം ചെയ്യുന്നത്. തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്നല്ല ഇത്, ചെയ്ത വശങ്ങളിലേക്കാളും വ്യത്യസ്തമായിട്ടുള്ള. ഞാനിതുവരെ ചെയ്തതില് ഏറ്റവും കഥാപാത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തായിരിക്കും പറയുക? കഥാപാത്രം എനിക്ക് തന്നെയാണ് ഞാൻ ചെയ്തതിന് ഇതുവരെ ചെയ്തത് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഏകദേശം എല്ലാത്തിലും എന്നെ ഏജ് ആക്കിയിട്ടൊക്കെയാണ്. ഇതിനകത്തിലാണ് ഒരു സംഭവമില്ല, മേക്ക് ഡൗൺ ഇല്ല. അത് നമ്മള് ചോദിച്ച പോലെ വയസ്സ് എത്രയെന്ന് ചോദിച്ച പോലെ അല്ലേ? അപ്പൊ അത് ഒരു പോയിന്റ് ആണ് ചേച്ചി പറയാനുള്ളതൊക്കെ. അപ്പം മറ്റൊരു ഇൻസിഡന്റ് ഇപ്പം സിനിമയില് ഇപ്പം ഇത് ഇറങ്ങി കഴിയുമ്പം രണ്ട് എന്താ കാറ്റഗറി പെട്ട ആൾക്കാരുണ്ടോ? ഒന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ മോശ സിനിമ ആകുന്നത് പലരുടെയും കാഴ്ചപ്പാട് കൊണ്ടും ആകാം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ ഈ ഒരു മൂവി ആടുജീവിതത്തിന്റെ കൂടെ ഇറങ്ങുകയാണ്. അപ്പം എന്തായാലും ജനങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്നതിൽ 100% ഉറപ്പാണ്. കാരണം ആൾക്കാർ കാണണം, കുറച്ചു പേരെങ്കിലും കണ്ടെങ്കിലേ ഉള്ളൂ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം പുറത്തോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു പടം. അപ്പം ഓരോ മൂവിയിൽ ഇപ്പൊ ഇറങ്ങുന്ന റിവ്യൂ കാരണം ചില സിനിമകൾക്ക് ഒരു ബാഡ് ഇമേജ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാനുള്ളത് അത്യാവശ്യം ഒരു 3-4 ദിവസമെങ്കിലും തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂ പറ. അതായത് ആൾക്കാർക്ക് അത് വേണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം കൊടുക്കണം. ഇത് അന്നത്തെ ദിവസം തന്നെ അത് ആ ഒരു നിലപാട് മാറ്റണം. അതിനുശേഷം ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? അതിനുള്ളിൽ കാണുന്ന എത്ര ആൾക്കാരുണ്ടാവും, അവര് പറഞ്ഞറിയുന്ന എത്രയോ ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. നല്ല സിനിമകൾ ഇപ്പൊ ഈ അഞ്ചുകള്ളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സിനിമയാന്നാ പറയുന്നത്. അതിന് സമയം കൊടുക്കണം. അതിന് ഫസ്റ്റ് ദിവസം തന്നെ കണ്ടിട്ട് അതിന് നെരപ്പാക്കി കളഞ്ഞു കാണണമെന്ന് വിചാരിക്കുന്നവര് വേണ്ട, ഉറപ്പായിട്ട് വിചാരിക്കും. അങ്ങനെ ഒരു 10 പേരിൽ ഒരു 4 പേരെങ്കിലും വിചാരിക്കും അത് കൊള്ളത്തില്ലെന്നാ പറയുന്നത്, കാണണ്ട, അങ്ങനെ പറയും. പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അവർക്കും അവർക്ക് റീച്ച് വേണം, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. ഷിരിച്ചേട്ടന്റെ അച്ഛമ്മ ഉണ്ട് ഇതില്. അപ്പം അച്ഛമ്മയുടെ കൂടെയുള്ള ആ ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു സമയം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റർടൈൻമെന്റ് ആയിരുന്നു. പുള്ളിക്കാരി ഭയങ്കര സ്മാർട്ടാണ്, സംസാരിച്ചപ്പോ നമുക്ക് മനസ്സിലായി. അപ്പം രണ്ടുപേരുടെ കൂടെ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നത്. നല്ല നന്നായിരുന്നു മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു? കാരണം നല്ല പ്രായമുള്ള ഒരു അമ്മയാണ്. ഫീൽ ചെയ്തില്ല. സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിട്ടുള്ള ഉമ്മയുണ്ടല്ലോ, ഉമ്മ ശരിക്കും
ഉമ്മയ്ക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ സൗണ്ട് ഒക്കെ കേട്ടാലൊക്കെ പ്രശ്നം. അപ്പൊ നമ്മളിങ്ങനെ അനക്കാതെ പിടിക്കാതെ സൗണ്ട് കേൾപ്പിക്കാതെ അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. ഈ അമ്മൂമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല, നല്ല നമ്മളെക്കാളും സ്പീഡിൽ നടന്ന് ഓടി ഭയങ്കര. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചേച്ചിയുടെ ഒരു ഫോട്ടോഷൂട്ട് ഒരു അല്ലേ നമ്മള് ഇപ്പൊ പറയുന്ന വെച്ചാൽ നമ്മള് ഏജ് നോക്കുമ്പോ പറയുന്ന കേട്ടോ, അത് വയസ്സ് എത്രയെന്ന് ചോദിക്കുമ്പം നമുക്ക് ആ ഒരു ഫോട്ടോഷൂട്ട് അല്ല പെട്ടെന്ന് ഇപ്പൊ ട്രെൻഡിങ് ആയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ട്രെൻഡിങ് സാരി എടുത്തിട്ടുള്ള അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അതുപോലെ ഓരോ ആൾക്കാരുടെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് നമ്മളൊരു കലാകാരനുണ്ടെന്ന് മനസ്സിലാവും. അപ്പം പ്രശാന്ത് ഏട്ടനെ ഇപ്പൊ പറയുമ്പോ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതെന്ന് പറയുന്നത്. ചെറിയ റോളിൽ നിന്നും വലിയൊരു നായകനാവുന്നതിൽ വലിയ സന്തോഷമില്ല ഇതില്, സന്തോഷം കാണിക്കണം വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ. 28-ാം തീയതിയാണോ പ്രകടിപ്പിക്കുന്നത്? 28-ാം തീയതിയാണ് അതിന്റെ വിധി. എല്ലാവരും പറയുന്ന പോലെ വെള്ളിയാഴ്ച വിധി എഴുതുന്നു പറയുന്ന പോലെ തന്നെ 28-ാം തീയതി വ്യാഴാഴ്ച. എല്ലാവരും മനസ്സ് വെച്ചാൽ ഞങ്ങളത് പ്രകടിപ്പിക്കും. എന്റെ വിധി വ്യാഴാഴ്ച. അല്ല, അത് ആളുകൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മളിപ്പം എന്ത് തലകുർത്തി മറിഞ്ഞ് ചെയ്തിട്ടും കാര്യമില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യാത്രത്തോളം കാലം അതിന് യാതൊരു വില ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആവുന്നതിനകത്ത് പടം ഹിറ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് എക്സൈറ്റഡ് ആവാൻ സന്തോഷിക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാത്തടത്തോളം കാലം അതിനുള്ള അവകാശമില്ല. കാരണം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അൾട്ടിമേറ്റ്ലി ഇതിനും ഈ പറയുന്ന സ്ക്രീനിനകത്ത് എന്ത് വരുന്നു എന്നുള്ളതാണ്. ഒരാളുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ, ഒരാളുടെ അല്ല ഒരു കൂട്ടം ആൾക്കാരുടെ. പക്ഷെ റെസ്പോൺസിബിലിറ്റി പറയുന്ന പോലെ ഒരു നടൻ എന്ന രീതിയിൽ പ്രശാന്തൻ ഉണ്ടാവും. നന്നാക്കണം ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ അത്രയും എത്തിക്കണം. അതെ, എത്തിക്കണം, ആ സ്ട്രീം ലെവലിൽ എത്തിക്കണം. നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലോ. പിന്നെ പബ്ലിസിറ്റി, എഡിറ്റിംഗ്, മ്യൂസിക്, സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടണം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതില് അഭിനയിച്ചിട്ടുള്ളവർ പോട്ടെ, പ്രൊഡ്യൂസർ ആവട്ടെ, ഡയറക്ടർ ആവട്ടെ, മ്യൂസിക് ചെയ്തവർ എല്ലാവരും എന്റർടൈൻമെന്റോടെ എന്നോട് സംസാരിച്ചത്. കാണണം അത്രയും അടിപൊളിയായിട്ട്. പണ്ടുള്ള മൂവി ആയിട്ട് നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആണെന്നാണ് പറയുന്നത്. ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടുള്ള കാലഘട്ടത്തിലെ മൂവി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് തരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയായിട്ടൊരു കാര്യമാണോ? എന്റർടൈൻമെന്റ് അത്രയും എക്സ്ട്രീം ലെവൽ ഉണ്ടോ? എക്സ്ട്രീം ലെവൽ എന്റർടൈൻമെന്റ് ആ ഒരു അതെ, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി പീപ്പിൾ. അത്ര ഒരു ഇത് അങ്ങനെയുള്ള പടങ്ങളുമായിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര ലെജൻഡുകളാണ്. അവരുടെ ഒരു സാധനങ്ങളും അതിന് അവർ ചെയ്യുന്ന ഒരു സീനിനകത്ത് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു സംഭവമല്ല, പക്ഷെ എന്നാലും ഇതൊരു എന്റർടൈനർ ആണ്. ഇതൊരു ഒരു കുറച്ചുകൂടെ ഒരു മോഡേൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര പഴയതല്ലാതെ എന്നാലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പടമാണ് ഇത്. എല്ലാവരിലേക്കും ഒരു മെസ്സേജ് ആയിട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലേ? മെസ്സേജ് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള, ഈ പറയുന്ന ബ്രിഗേഷിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിനകത്തേക്ക് എത്രമാത്രം മെസ്സേജ് എന്നുള്ള ലെവലിലേക്ക് അത് വരും എന്നറിയില്ല. മെസ്സേജ് പക്ഷെ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പടമാണ്. അതൊരു ഈ ഒരു കാലഘട്ടത്തോടു കൂടി കഴിഞ്ഞതായിരിക്കും. ഇനിയുള്ള ജനറേഷൻ അങ്ങനെ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റൂ അങ്ങനെയുള്ള ഒരു സാധനം ഇനി ഉണ്ടാവില്ല. അവർക്ക് അപ്പൊ കല്യാണം കഴിക്കണം തോന്നും, അത്യാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ. പക്ഷേ ഇത് വടകരക്കാർക്കും ആ ഏരിയയിലോട്ടുള്ള ഇപ്പൊ കറന്റ്ലി ഉള്ള ഒരു വലിയ ഇഷ്യൂ ആണ്. ഇപ്പം ചില ആൾക്കാർക്കൊന്നും അറിയില്ല അവിടെ ഇങ്ങനെ അങ്ങനെയാണ്. ഒരു ആണിന് ഒരു പെണ്ണിന് 3 ആണ്. അതാണ് അങ്ങനത്തെ ഒരു കൾച്ചർ ആണെന്ന് അധികം അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യമാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ കുറവാണ് ഇപ്പൊ, മനസ്സിലായോ? അല്ല, ഞാൻ ഉദ്ദേശിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം അവിടുന്ന് ഇപ്പൊ വേറെ കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞു, വേറെ സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് കൾച്ചറാണെന്ന് അറിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പോയി അല്ല, തെറ്റിദ്ധാരണ. പൊതുവെ ഇപ്പൊ പെൺകുട്ടികൾ കുറവാണ്, ആണുങ്ങളാണ് കൂടുതൽ. ഒരു പ്രശ്നമാണ്. പിന്നെ എല്ലാവർക്കും നല്ല പഠിപ്പായി, സ്വന്തം കാലം നിൽക്കാനായി, അവർക്കും എന്താ പറയാ ഇഷ്ടങ്ങള് അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് ആണുങ്ങള് പെട്ടു. സാധാരണക്കാരുടെ സിനിമയാണ്, ചുരുക്കി പറഞ്ഞത് സാധാരണക്കാരുടെ സിനിമയാണ്. അതെ, ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ ഈ സിനിമ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അവിടെ മാത്രമല്ല, ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്.
കല്യാണം കഴിക്കാത്ത ആണുങ്ങള്. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊരു എന്താണ് മറുപടിയാണോ ഈ സിനിമ? മറുപടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവരെയൊക്കെ റിപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. അതെ. അല്ലാതെ ഇതൊരു സൊല്യൂഷൻ കൊടുക്കാൻ അല്ല സൊല്യൂഷൻ solution അല്ലല്ലോ. അല്ല. സൊല്യൂഷൻ ഇല്ല. നമ്മള് പുറത്തോട്ട് ഇറങ്ങുമ്പോ തന്നെ ചോദിക്കും കല്യാണമൊന്നും ആയില്ലേ, കല്യാണം ചോദിക്കുന്ന ആൾക്കാർക്ക് അത് അതൊക്കെ തന്നെ ഇവരും കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ഏജ് കഴിയുമ്പോ പിന്നെ അവര് നമ്മളുടെ ചോദ്യവും നിൽക്കും. അവർക്ക് അങ്ങനെയുള്ള ആഗ്രഹം ഈ സിനിമ ഇറങ്ങുമ്പോ പ്രഷർക്ക് അറിയാനുള്ള താല്പര്യമാണ്. പ്രശ്നം തട്ടം മാരീഡ് ആണോ? രണ്ട് പിള്ളേരുടെ അതുകൊണ്ട് മാരീഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ